മലയാളത്തിൽ ഒരു ചിത്രത്തിനും ഇതുവരെ ലഭിക്കാതിരുന്ന പ്രീ റിലീസ് ഹൈപ്പോടെ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു എമ്പുരാൻ. എന്നാൽ ലൂസിഫറിന് ലഭിച്ചതുപോലെ ഒരുപോലുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങളല്ല ചിത്രത്തിന് ലഭിച്ചത്. ഒപ്പം രാഷ്ട്രീയ വിവാദം ഉയർന്നിരുന്നു. എന്നാൽ ചിത്രം മലയാളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറുകയും ചെയ്തു. ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കളക്ഷൻ എമ്പുരാന്റെ പേരിലാണ്. 3 ഭാഗങ്ങളുള്ള ട്രലജിയായി തയ്യാറാക്കിയ തിരക്കഥയാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടേതെന്ന് തിരക്കഥാകൃത്ത് മുരളി ഗോപി പറഞ്ഞിരുന്നു. അസ്ത്രയിൽ എന്നാണ് മൂന്നാം ഭാഗത്തിൻ്റെ പേര്. എന്നാൽ ഈ ചിത്രം എന്ന് സംഭവിക്കുമെന്ന് അണിയറക്കാർ പോലും ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ചിത്രം യാഥാർത്ഥ്യമാകും. ഈ ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ തടസ്സം എന്താണെന്ന് പറയുകയാണ് പൃഥ്വിരാജ്. ടൊവിനോ നായകനായി തിയേറ്ററിലെത്തിയ പുതിയ ചിത്രം പള്ളിച്ചട്ടമ്പി പൃഥ്വിരാജ് അതിഥി താരമായി എത്തുന്നുണ്ട്. റിലീസിന് ശേഷം പള്ളിച്ചട്ടമ്പി ടീമിനോടൊപ്പം നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പൃഥ്വിയെ തേടി എൽ3യെക്കുറിച്ച് ചോദ്യമെത്തിയത്. എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അത് എൽ3യിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തോന്നിയിട്ടുണ്ടോ, അത് ചെയ്യണ്ടെന്ന് എന്ന് തോന്നിപ്പിച്ചോ എന്നായിരുന്നു പൃഥ്വിരാജിനുള്ള ചോദ്യം. അതിന് പൃഥ്വി മറുപടി പറഞ്ഞത് ഇങ്ങനെ: ഇല്ല, വിമർശനങ്ങൾ കാരണം ഒരു സിനിമ ചെയ്യാതിരിക്കാനോ ചെയ്യാനോ അങ്ങനെയുള്ള തീരുമാനം എടുക്കുന്ന ആളല്ല ഞാൻ. എമ്പുരാൻ എന്ന സിനിമ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു പൊതുവായി അതിൻ്റെ ഒരു അടുത്ത ഭാഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് വലിയൊരു പ്രചോദനം. കാരണം ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയാൽ ഒരു ചോദ്യം വരും, എൽ3 എന്നാണ് ഉണ്ടാകുന്നത്? ഇന്ന് വരെ ഒരു പ്രസ് മീറ്റിൽ പോയിട്ട് എൽ3യെക്കുറിച്ച് ചോദിക്കേണ്ടെന്ന് ആരും കരുതിയിട്ടില്ല. അത് ഉള്ളിടത്തോളം കാലം അത് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് എൻ്റെ സമയമാണ്. തീർച്ചയായും ലാലേട്ടനൊക്കെ സമയം എൻ്റെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണ്. പക്ഷേ ഞാൻ അതിനുവേണ്ടി ഒരു സമയം മാറ്റിവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. പിന്നെ എനിക്കല്ലാണ്ട് 2, 3 കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ഡയറക്റ്റ് ചെയ്യാനുള്ളത്. സിനിമ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള 1, 2 പ്രൊഡ്യൂസേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ കാര്യങ്ങൾ നോക്കണം എന്ന് പൃഥ്വിരാജ് പറഞ്ഞു.